മംഗോളിയൻ സമൂഹം തെറ്റായി കാണുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് ഒരിക്കലും വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് ഇഷ്ടമല്ല. വിരൽ ചൂണ്ടുന്നതിന് പകരം കൈ മുഴുവനായി നീട്ടി സംസാരിക്കുക, അല്ലെങ്കിൽ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി നീട്ടി സംസാരിക്കുക എന്നതാണ് ഇവരുടെ ശൈലി. ഒരിക്കലും മംഗോളിയരുടെ കൂടാരങ്ങളിലോ വീടുകളിലോ ഒക്കെ കയറുമ്പോൾ അവരുടെ വാതിൽപ്പടിയിൽ കാല് ചവിട്ടി കയറരുത്. അതവർക്ക് ഇഷ്ടപ്പെടില്ല. അത് ഡിസ്റെസ്പെക്റ്റാണ്, ബഹുമാനക്കുറവാണ്, അനാദരവാണ്. അത് ദുർലക്ഷണമായിട്ടാണ് അവർ കണക്കാക്കുന്നത്, ഇറങ്ങിപ്പോകുമ്പോഴും കയറുമ്പോഴും. വാതിൽപ്പടിക്ക് കുറുകെ കൈകൊടുത്ത് നിൽക്കരുത്, വാതിൽപ്പടിയിൽ കൈ വിരിച്ച് നിൽക്കരുത്, വാതിൽപ്പടിയിൽ ഇരിക്കരുത്, വാതിൽപ്പടിക്ക് കുറുകെ ഒന്നും ചെയ്യരുത്. അത് വീട്ടിൽ മരണമുണ്ടാക്കും എന്നാണ് ഇവരുടെ പൊതുവിലുള്ള വിശ്വാസം. കൂടാരത്തിൻ്റെയോ വീടിൻ്റെയോ നടുവിലുള്ള തൂണിൽ ചാരി നിൽക്കരുത്. അത് അനാദരവാണ്. അത് നല്ല ലക്ഷണമായിട്ട് അവർ കണക്കാക്കില്ല. വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവരെ തലയിലൊക്കെ മെല്ലെ ഒന്ന് തലോടാൻ തോന്നും, ഇല്ലേ? അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. തലയിൽ തലോടുന്നത്, കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും തലയിൽ തൊടുന്നത് നല്ല ലക്ഷണമായിട്ട് ഇവിടുത്തെ ആളുകൾ കണക്കാക്കില്ല. അവർക്കത് ഇഷ്ടപ്പെടില്ല. കുട്ടികളുടെയോ മുതിർന്നവരുടെയോ ഒന്നും തലയിൽ തലോടാനോ തലയിൽ തൊടാനോ ഒന്നും പാടില്ല. മുടിയിൽ തൊടുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. അത് ദുർലക്ഷണമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ കണക്കാക്കുക. അഗ്നി ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പരിശുദ്ധമായ ഒരു സംഗതിയാണ്, ഒരു എലിമെൻ്റാണ്. അഗ്നിയെ ഇവർ ബഹുമാനിക്കുന്നുണ്ട് വളരെയേറെ. അതുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങളാവട്ടെ, എന്തും ഒരു മീനിങ് ഇല്ലാത്ത എന്തെങ്കിലും വസ്തു ആയിക്കോട്ടെ, അത് തീയുടെ മുകളിലൂടെ, ഇവർക്ക് വീടുകളിലൊക്കെ നെരിപ്പോടുകളുണ്ടാവും, അതിൻ്റെ മുകളിലൂടെ കൈമാറരുത്, മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യരുത്. തീയുടെ മുകളിൽ കൂടെ ഒന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ തീക്ക് നേരെ കാലുകൊണ്ട് ചൂണ്ടുന്നത്, തീക്ക് നേരെ കാല് ഉയർത്തുന്നത് ഒക്കെ അപമര്യാദയായിട്ടാണ് ഇവർ കണക്കാക്കുക. തീ, അഗ്നി അത്രയ്ക്ക് വിശുദ്ധമായ ഒരു വസ്തുവാണ്. അതിനെ ഒരു തരത്തിലും അപമാനിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. കൂടാരങ്ങളുടെ ഉള്ളിലോ വീടിൻ്റെ ഉള്ളിലോ മുറിയിലോ ഒക്കെ ചൂളം വിളിക്കുന്നത് ദൗർഭാഗ്യമാണെന്നും ദുർമൂർത്തികളെ കൊണ്ടുവരുമെന്നും ബാഡ് ലക്ക് ഉണ്ടാവും എന്നും ഒക്കെയാണ് ഇവരുടെ വിശ്വാസം. അതുകൊണ്ട് വീടുകളുടെ ഉള്ളിലൊന്നും ആരും ചൂളം വിളിക്കാറില്ല. ഇവരുടെ വീടുകളിലോ കൂടാരങ്ങളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് ഭക്ഷണവും കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ തരും. ഒരിക്കലും നോ എന്ന് പറയരുത്. വയറ് ഫുള്ളാണെങ്കിലും ശരി, എന്തെങ്കിലും വാങ്ങി ഒരു സിപ്പെങ്കിലും എടുത്ത് ബാക്കി കളഞ്ഞാലും കുഴപ്പമില്ല. അത് നിരസിക്കരുത്. അതവരെ ഇൻസൾട്ട് ചെയ്യുകയാണ്. ഇവരുടെ ഈ ശീലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. നമ്മൾ ഏതെങ്കിലും വീടുകളിൽ പോയി നമുക്ക് വെള്ളമോ പാലോ എന്തെങ്കിലും കുടിക്കാൻ തരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ തരിക, ചായയോ കടിയൊക്കെ തന്നാൽ തന്നെയും ഒരിക്കലും അതിനെപ്പറ്റി മോശമായി അവരോടും പറയാൻ പാടില്ല. അവരോട് നമ്മൾ പൊതുവെ പറയില്ല, വേറെ ആരോടും പറയാൻ പാടില്ല. അത് കേൾക്കുന്ന ആൾ വരെ നമ്മൾ വിലയിരുത്തും. അവർക്കും അത് ഇഷ്ടപ്പെടില്ല. അതിഥി അത് അറിഞ്ഞു തന്നതാണ്. അത് മോശമാണെങ്കിൽ ഓക്കെ, അത് മനസ്സിൽ വെച്ചോളൂ, അടുത്ത പ്രാവശ്യം അങ്ങോട്ട് പോകാതിരുന്നാൽ മതി. അതിനെപ്പറ്റി ആരോടും മോശം പറയുന്നത് ഈ സംസ്കാരത്തിന് ഇഷ്ടമല്ല. അതിഥികൾക്കോ മുതിർന്നവർക്കോ പുറംതിരിഞ്ഞ് നിൽക്കുകയോ ഇരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് അപമര്യാദയാണ്. അതുപോലെ തന്നെ പർവ്വതങ്ങളും കുന്നുകളും ഇവർക്ക് വിശുദ്ധമായ ഇടങ്ങളാണ്. ഇവരുടെ പല കുന്നുകളും പർവ്വതങ്ങളും ഒക്കെ ഗൂഗിൾ മാപ്പിൽ നിന്ന് തന്നെ ഇവർ മറച്ചു വെച്ചിരിക്കുകയാണ്. അത്ര വിശുദ്ധമായ ഇടങ്ങളാണ്. അതുകൊണ്ട് കുന്നുകളിലോ ഒക്കെ നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ പോയി കൂക്കി വിളിക്കുന്നതും അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നതും ഒക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്.
അരുവികളും പുഴകളും തടാകങ്ങളും തുടങ്ങി മറ്റ് എല്ലാ ജലാശയങ്ങളും ഇവർക്ക് വിശുദ്ധ ഇടങ്ങളാണ്. വെള്ളത്തെ വളരെ പരിശുദ്ധമായി കണക്കാക്കുന്ന ആളുകളാണ് ഇവർ. അതുകൊണ്ട് ഒരിക്കലും വെള്ളത്തിലേക്ക് മൂത്രമൊഴിക്കാൻ ശ്രമിക്കരുത്. അത് മംഗോളിയരെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണ്. ഒരിക്കലും അവർ അംഗീകരിക്കില്ല. ഒരിക്കലും ഇവരുടെ ഒരു മൃഗങ്ങളെയും പരിഹസിക്കുകയോ ഉപദ്രവിക്കുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്യരുത്. പ്രത്യേകിച്ച് കുതിരകളെ. അവർക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഈ മൃഗങ്ങൾ. അത് നമുക്ക് ദോഷമേ വരുത്തി വെക്കുള്ളൂ. ഇന്നേക്ക് ഇത്രയും മാത്രം. ഇനിയും പുതിയ കഥകളുമായി എത്താം. എത്രയും സ്നേഹത്തോടെ നിങ്ങളുടെ ട്രൂത്ത് ട്രക്കർ. Please subscribe and follow. Thank you very much.